IPL ഓപ്ഷന് മുൻപും ലേലവിളി കഴിഞ്ഞിട്ടും ട്രേഡ് വിൻഡോ ഓപ്പൺ ആകാറുണ്ട്. ടീമുകൾക്ക് താരങ്ങളെ പരസ്പരം കൈമാറ്റം ചെയ്യാം. അതാണ് ട്രേഡ് വിൻഡോയിൽ ഉദ്ദേശിക്കുന്നത്. ലേലത്തിന് തൊട്ടു മുൻപാണ് ട്രേഡ് വിൻഡോ ക്ലോസ് ചെയ്തത്. ഇപ്പോഴിതാ വീണ്ടും ട്രേഡ് വിൻഡോ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അടുത്ത IPL വരെ ഏത് ടീമിനും താരങ്ങളെ പരസ്പരം കൈമാറ്റം ചെയ്യാം. ഇപ്പോഴിതാ വമ്പൻ ട്രേഡ് നടന്നിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് മുംബൈ ടീമിനെ സംബന്ധിക്കുന്നതാണ്. മുംബൈ ലേലത്തിൽ ആർച്ചറെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അവർക്ക് ആർച്ചറെ കിട്ടിയില്ല. രാജസ്ഥാനാണ് സ്വന്തമാക്കിയത്. മുംബൈ ടീമിന് ആർച്ചറെ കൊണ്ടുവരാൻ ഒരുപാട് ഇഷ്ടമാണ്. ഇപ്പോഴിതാ രാജസ്ഥാനുമായിട്ട് മുംബൈ ടീം സംസാരിച്ചിരിക്കുകയാണ്. ആർച്ചറെ മുംബൈക്ക് വിട്ടുകൊടുത്താൽ മുംബൈ ടീം ദീപക് ചഹറിനെ തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ഡീൽ നടന്നാൽ ആർച്ചർ മുംബൈയിലേക്ക് എത്തും. അടുത്തൊരു അപ്ഡേറ്റ് RCBയുമായി ബന്ധപ്പെട്ടതാണ്. RCB ടീമിന് മാക്സ്വെലിനെ ആവശ്യമായിരുന്നു, പക്ഷെ അവർക്ക് ലേലത്തിൽ താരത്തെ കിട്ടിയില്ല. ലേലത്തിൽ പഞ്ചാബാണ് മാക്സ്വെലിനെ വാങ്ങിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ RCB മാക്സ്വെലിന് വേണ്ടി പഞ്ചാബിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. അവരുമായിട്ട് ട്രേഡിംഗ് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഒത്തിണങ്ങിയാൽ മാക്സ്വെൽ വീണ്ടും RCBയിലേക്ക് എത്തിച്ചേരും. അടുത്തൊരു അപ്ഡേറ്റ് ബട്ട്ലറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ബട്ട്ലർ രാജസ്ഥാനിൽ നിന്ന് പോയപ്പോൾ ഒരുപാട് പേര് വിഷമിച്ചു. കാരണം രാജസ്ഥാന്റെ മുഖമുദ്രയായിരുന്നു ജോസ് ബട്ട്ലർ. ബട്ട്ലറില്ലാത്ത രാജസ്ഥാനെ ആർക്കും തന്നെ സങ്കല്പിക്കാൻ സാധിക്കില്ല. ഇപ്പോഴിതാ ബട്ട്ലറെ തിരിച്ച് ടീമിലേക്ക് കൊണ്ടുവരാനാണ് രാജസ്ഥാന്റെ പദ്ധതി. ട്രേഡ് വിൻഡോ ഓപ്പൺ ആയതുകൊണ്ട് ഗുജറാത്തുമായിട്ട് രാജസ്ഥാൻ സംസാരിച്ചിട്ടുണ്ട്. 15 കോടിക്കാണ് ബട്ട്ലറെ ഗുജറാത്ത് സ്വന്തമാക്കിയത്. ഏതെങ്കിലും ഒരു താരത്തെ വിട്ടുകൊടുത്ത് ബട്ട്ലറെ സ്വന്തമാക്കാനാണ് രാജസ്ഥാന്റെ പദ്ധതി. ഏത് താരത്തെ വിട്ടുകൊടുക്കുമെന്നാണ് രാജസ്ഥാന്റെ സംശയം. ഗുജറാത്ത് ചോദിച്ച താരത്തെ രാജസ്ഥാന് വിട്ടുകൊടുക്കേണ്ടി വരും. എന്നാൽ മാത്രമേ ബട്ട്ലറെ സ്വന്തമാക്കാൻ സാധിക്കൂ. എന്തായാലും ട്രേഡ് വിൻഡോ ഓപ്പൺ ആയിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.